എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ലോറി ഡ്രൈവർമാരുടെ പണിമുടക്ക് അവസാനിച്ചു. BPCL അധികൃതരുമായി ഡ്രൈവർമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മർദ്ദിച്ച CITU പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കും എന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പായത്? വേണു, ഇന്നലെ 24 മണിക്കൂർ അവരുടെ സമരം നീണ്ടു. അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ 7 ജില്ലകൾ പോയത്. കാരണം 170ഓളം സർവീസുകൾ പൂർണ്ണമായി മുടങ്ങി. അത് BPCL നിന്നും വടക്കൻ ജില്ലകളിലേക്കുള്ള പാചകവാതക സിലിണ്ടറുകളുമായി പോകേണ്ട വാഹനങ്ങളാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇത് വടക്കൻ കേരളത്തിലെ ഏജൻസികളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തുന്നതിന് വലിയ തടസ്സമുണ്ടായി. പ്രത്യേകിച്ച് അത് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടമുണ്ടായിരുന്നു. വീടുകളിലും ഹോട്ടലുകളിലുമൊക്കെ പാചകവാതക സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോയി അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമായിരുന്നു. അതിനിടെയാണ് ഇന്ന് രാവിലെ BPCL അധികൃതർ ഈ തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തിയത്, ഈ ഡ്രൈവർമാരുമായി. ആ ചർച്ചയിൽ ഇവരെ മർദ്ദിച്ച CITU പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാം എന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് നിലവിൽ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ആളുകളെ ഉടൻ തന്നെ ഈ സമരവുമായി ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട 2 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ പരിക്കേറ്റ ശ്രീകുമാർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാം, തൊഴിലിടങ്ങളിൽ കർശന സുരക്ഷ ഉറപ്പാക്കാം എന്നീ 2 മാനദണ്ഡങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.